തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കൊക്കെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു വചനമാണ്. വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നു, നമ്മൾ ഒരുമിച്ച് വായിച്ച് അഭിഷേകം പ്രാപിക്കുന്നു. സെൻറ്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 14. വചനം ഇങ്ങനെ പറയുന്നു: നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. ആരാണിത് പറയുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. എനിക്കേതെങ്കിലും കാര്യത്തിൽ അഭിമാനിക്കാൻ, മേന്മ ഭാവിക്കുവാൻ വകയുണ്ടെങ്കിൽ അതൊരൊറ്റ കാര്യത്തിൽ, അതേതാ? യേശുവിൻ്റെ കുരിശിൽ മാത്രം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ അവസരത്തിൽ പൗലോസ്ലീഹ നമ്മളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ പലതും ആണ് എന്ന് കരുതിക്കൊണ്ട് അഭിമാനിക്കുന്ന വ്യക്തിയാവാം. ഒരു പക്ഷേ സമൂഹത്തിൽ എനിക്ക് ഇന്ന വിലയുണ്ട്, എനിക്ക് ഇത്ര ബിരുദങ്ങളുണ്ട്, ഞാൻ ഇത്ര സമ്പാദിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബ പാരമ്പര്യം, അങ്ങനെ തുടങ്ങി പല ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും വെച്ചുകൊണ്ട് അഭിമാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതാ പൗലോസ്ലീഹ പറയുകയാണ്: പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഏതെങ്കിലും കാര്യത്തിൽ മേന്മ ഭാവിക്കുവാൻ, അഭിമാനിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരൊറ്റ കാര്യം, അത് യേശുവിൻ്റെ കുരിശിൽ മാത്രം. യേശുവിനെ പലതരത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കാനും അനുകരിക്കാനും സ്നേഹിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. കുറേ അധികം ആളുകളുണ്ട്. അവർക്ക് ഈശോയുടെ ഒരു വിപ്ലവകാരിയുടെ മുഖമാണിഷ്ടം, അല്ലേ? ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന പലതരത്തിലുള്ള തിന്മകൾക്കെതിരെ പടവെട്ടിയ യേശു. വേറെ കുറേ അധികം ആളുകളുണ്ട്. അവർക്കിഷ്ടം ഈശോ പാവങ്ങളോട് കരുണ കാണിച്ചിരുന്നു. മറ്റു ചിലർക്കിഷ്ടം യേശുവിൻ്റെ അത്ഭുത പ്രവർത്തന ശൈലിയാണ്. നമ്മളൊക്കെ പറയുന്നത് പോലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ശൈലി. അങ്ങനെ തുടങ്ങി പല സ്വഭാവ ശൈലികളും വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുവിൽ നിന്ന് വായിക്കാനും അനുകരിക്കാനും സാധിക്കും. എന്നാൽ ഒരു ദൈവവിശ്വാസി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. നിന്റെ അഭിമാനം എന്തിലാ? അത് യേശുവിൻ്റെ കുരിശടയാളത്തിലാണ്. കുരിശിനോട് ചേർന്നാണ് യേശുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കുരിശിലെ യേശുവിനെ കണ്ടുമുട്ടിയ വ്യക്തികളെല്ലാം അസാധാരണമായ ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും ഈ ലോകത്തെ അത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. കുരിശിലെ യേശുവിനെ കണ്ടുമുട്ടിയവർ. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ കുരിശിലെ യേശുവിനെ അനുഭവിക്കുന്ന ഓരോ ജീവിത വഴിയിലും സംഭവിക്കുന്ന കാര്യം അസാധാരണമായ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ക്ഷമയും സമാധാനവും സഹനശീലവും ഒക്കെ നമ്മുടെ സ്വഭാവത്തിലേക്ക് വന്നു ചേരുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച് ധ്യാനിക്കാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. അത് ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിനെ കുറിച്ചാണ്. അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 7-ാം അധ്യായം 54, 55, 56 3 വചനങ്ങളിലായി ഈ സ്റ്റെഫാനോസിനെ കുറിച്ച് വളരെ പ്രസക്തമായ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. നമുക്കത് വായിക്കാം. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ആരാണിത് പറയുന്നത്? ആദ്യത്തെ രക്തസാക്ഷി. എപ്പോഴാണിത് പറയുന്നത്? കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയം. സ്റ്റെഫാനോസിൻ്റെ പുറയിൽ ജനം നിന്ന് കല്ലെറിയുകയാണ്.
ഇവൻ കൊല്ലപ്പെടാൻ പോകുന്ന സമയം, മരണത്തിൻ്റെ അതേ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സമയത്ത് ഇവൻ മോളിലേക്ക് നോക്കുകയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സ്റ്റെഫാനോസിൻ്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടർന്നു. പ്രിയപ്പെട്ടവരെ, സഹിക്കുന്നവൻ്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടരും. കുരിശ് തോളത്ത് വഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുരിശിലെ യേശുവിനെ അനുഭവിച്ച വ്യക്തിക്ക് ഈ ലോകത്തിൽ അസാധാരണമായിട്ടുള്ള ക്ഷമയും സ്നേഹവും സമാധാനവുമൊക്കെ അനുഭവിക്കുവാനും ഈ ലോകത്തെ ഞെട്ടിക്കാനും സാധിക്കും. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസ്. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ സെബസ്റ്റ്യാനോസിൻ്റെ മുമ്പിൽ പോയി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. സെബസ്റ്റ്യാനോസ് എന്ന് പറയുന്ന പുണ്യവാൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നിറയുന്ന ഒരു കാര്യമുണ്ട്. അത് സെബസ്റ്റ്യാനോസിൻ്റെ മുഖഭാവത്തോട് ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്ന് ശ്രദ്ധിക്കണം. എന്ത് രസമാണെന്നറിയാവോ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ നിൽപ്പ്. ഒരു രക്തസാക്ഷി എങ്ങനെ നിൽക്കണമെന്ന് സെബസ്റ്റ്യാനോസ് നമ്മളെ പഠിപ്പിക്കും. രണ്ട് കൈയൊക്കെ പുറകോട്ട് വലിഞ്ഞ് കെട്ടപ്പെട്ട് നെഞ്ച് വിരിച്ച് നിൽക്കുന്ന സെബസ്റ്റ്യാനോസ്. എന്നു മാത്രമല്ല, ദാ അദ്ദേഹത്തിൻ്റെ മുഖം നല്ല തിളക്കത്തിലാണ്. മുമ്പിൽ എന്തോ കണ്ടെന്നതുപോലെ കണ്ണുകൾ രണ്ടും പ്രകാശിച്ചു നിൽക്കുന്നു. പലപ്പോഴും ഈ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ മുമ്പിൽ ചെന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഇതെന്ത് കണ്ടിട്ടാണ് നെഞ്ചിൽ അമ്പേറ്റ് ഇതാ മരണവക്രത്തിൽ കിടക്കുമ്പോൾ ഒരു മനുഷ്യന് കണ്ണ് തുറന്ന് പ്രകാശിക്കാൻ സാധിക്കുന്നത്? ഇതത്ര എളുപ്പമാണോ? എന്നാൽ ദായിസ് സ്റ്റെഫാനോസിനെ കുറിച്ച് വായിച്ചപ്പോൾ ആ ആത്മീയ സത്യം ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ? നെഞ്ചിൽ അമ്പുകളേറ്റ് മരണത്തോട് മല്ലിടുമ്പോഴും കണ്ണുകൾ തുറന്ന് തൊട്ടു മുമ്പിൽ സ്വർഗം കണ്ട് അതുകൊണ്ടാണ് പ്രകാശിക്കുന്നത്. സഹിക്കുന്നവൻ്റെ മുമ്പിൽ സ്വർഗം വിടരും. സഹിക്കുന്നവൻ്റെ മുമ്പിൽ കാഴ്ചപ്പാടുകൾ മാറും. അതും പ്രത്യേകിച്ച് യേശുവിൻ്റെ കുരിശിൽ അഭിമാനിക്കാനും യേശുവിൻ്റെ കുരിശിൽ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കും തോറും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാവും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ അവിടെ ഒരു ആതുരാലയം, കുറേ അധികം അന്തേവാസികളുണ്ട്, കുറച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന ആതുരാലയം. കേരളത്തിൽ നിന്ന് ഒരു പറ്റം അൽമായർ അവിടെ സേവനം ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആ പ്രദേശത്തുള്ള ചില പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട് ഇവർക്കെതിരെയും ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആക്രമണം. അവിടെയുള്ള ആളുകൾ വന്ന് ഈ ആതുരാലയത്തിലുള്ളവരെ തല്ലുകയാണ്. അവിടെ വന്ന് എല്ലാവരും അടിച്ചോടിക്കുന്നു. ഇതൊരു വാർത്തയായി പത്രങ്ങളിലൊക്കെ വന്നു. എനിക്ക് പരിചയമുള്ള ഒരു യുവാവ് ആ ആതുരാലയത്തിൽ സേവനം ചെയ്യുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മധ്യപ്രദേശിൽ വന്ന് അവിടെ സേവനം ചെയ്യുകയാണ്. ഞാൻ ആ ചെറുപ്പക്കാരനെ ഫോൺ വിളിച്ചു. എനിക്ക് അവൻ്റെ സ്വഭാവം അറിയാം. കാരണം കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഗുണ്ടകളുടെ സംഘത്തിലുണ്ടായിരുന്നവനാണ്. മാനസാന്തരപ്പെട്ടു, ദൈവ അഭിഷേകം കിട്ടി, പിന്നീട് യേശുവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അവരോട് ചോദിച്ചു, തല്ല് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എടാ, നിനക്ക് തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നോ? നീ ഒരു ഗുണ്ടയൊക്കെ അല്ലേ, നാട്ടിൽ എത്രയോ പേരെ പേടിപ്പിച്ച വ്യക്തിയെ നിനക്ക് തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഉടനെ അവൻ എന്നോട് പറഞ്ഞു, അവൻ പറഞ്ഞ കാര്യം എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അവൻ പറഞ്ഞ എന്താണെന്നറിയോ? അച്ഛാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ നാളൊരു ഗുണ്ടയായി ജീവിതത്തിൽ അലസനായി കഴിഞ്ഞു. എന്നാൽ യേശുവിനെ അനുഭവിച്ചതിന് ശേഷം, കുരിശിലെ യേശുവിനെ അനുഭവിച്ചതിന് ശേഷം ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ തല്ല് കൊടുക്കാനല്ല, മറിച്ച് തല്ല് ഏറ്റുവാങ്ങാനാണ് എൻ്റെ ജീവിതം. ദാ തിരിച്ചറിയേണ്ട ഒരു കാര്യം,
യേശുവിനെ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ നിലപാടാണ്, കാഴ്ചപ്പാട് മാറുകയാണ്. അവൻ പറയുകയാണ്, എനിക്ക് തല്ല് കൊടുക്കാനല്ല ഇഷ്ടം, മറിച്ച് യേശുവിന് വേണ്ടി തല്ല് ഏറ്റുവാങ്ങാനാണ് ഇഷ്ടം. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചില പഴയ സ്വഭാവ ശൈലികളൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ ആ പഴയ സ്വഭാവ ശൈലി ഞാൻ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എൻ്റെ മുമ്പിൽ ഒരു ചിത്രം തെളിയും. അതെന്താണെന്നറിയോ? കാൽവരിയിൽ കിടക്കുന്ന യേശു. ആ യേശു അതാ കുരിശിൽ ആണികളേറ്റ് കുരിശോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ യേശു ഇടയ്ക്കിടയ്ക്കൊക്കെ ആ കൈ ഊരിയെടുത്തിട്ട് എൻ്റെ വായ് ഇങ്ങനെ പൊത്തിപ്പിടിക്കും. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാണ്, എനിക്കിടയ്ക്കിടയ്ക്ക് ഈ അനുഭവം ഉണ്ടാവും. കുരിശിലെ യേശുവിനെ അനുഭവിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ ബോധ്യങ്ങളും ചിന്തകളെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് പൗലോസ്ലീഹ ഈ സമയം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കേതെങ്കിലും കാര്യത്തിൽ അഭിമാനിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കുരിശിലെ യേശുവിൽ മാത്രമാണ് അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കുരിശിലെ യേശുവിനെ അനുഭവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിറയുന്നത് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളെ അതിജീവിക്കുന്ന അസാധാരണമായിട്ടുള്ള സഹനവും ക്ഷമയും സ്നേഹവും. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടി? ദൈവമേ, ഈ കുരിശിലെ യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി പ്രഖ്യാപിക്കുവാനും ആ കുരിശിൽ നിന്നൊഴുകുന്ന സ്വഭാവ രീതി നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ അനുകരിക്കുവാനുമുള്ള ഒരു കൃപയ്ക്കു വേണ്ടി. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴിയിലെ മനോഹരമായ പ്രാർത്ഥന ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. അതെന്താണെന്നറിയോ? ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. നമ്മുടെയൊക്കെ പലരുടെയും ജീവിതാവസ്ഥ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മഹാമാരി വന്നതിന് ശേഷം ദുരിതങ്ങൾ അത് ഒന്നിനു പിറകെ ഒന്നായി പല രൂപത്തിലും ഭാവത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രിയപ്പെട്ടവരുടെ മരണമായും സാമ്പത്തിക ദുഃഖങ്ങളായും രോഗപീഠകളായും ഒക്കെ വിട്ടുമാറാതെ ഇപ്രകാരമുള്ള ചില പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കൊറോണയുടെ ജീവിതത്തിൻ്റെ വലിയ ഭാരം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കുടുംബം, പ്രിയപ്പെട്ടവരുടെ മരണം, സാമ്പത്തികമായ പീഡകൾ, അങ്ങനെ വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ കുടുംബനാഥനും നാഥയും കൂടെ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, കുരിശിലെ യേശുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഒന്ന് പിടിച്ചു നിൽക്കുന്നത് അച്ഛാ. കുരിശിലെ യേശുവിൻ്റെ മുഖം കണ്ടിട്ട് മാത്രമാണ്, മറ്റൊന്നുമില്ല അച്ഛാ. എല്ലാം തീർന്നു, എല്ലാം തകിടം മറിഞ്ഞു, മൊത്തം അസ്വസ്ഥമാണ്, വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല. എന്നാൽ ഇതെൻ്റെ എല്ലാം നടുവിൽ ഒരു കുളിർക്കാറ്റ് പോലെ, ഈ കൊടുങ്കാറ്റിൻ്റെ നടുവിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് കുരിശിലെ യേശുവിൻ്റെ മുഖം കണ്ടിട്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഈ കുരിശിലെ മുഖം നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾ, ബോധ്യങ്ങളൊക്കെ ഇത് മാറ്റിമറിക്കും. ഈ അവസരത്തിൽ ചേർത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വ്യക്തി, നമുക്കൊക്കെ പരിചയമുള്ള വ്യക്തിയാണ്, അത് പത്രോസ്ലീഹായാണ്. പത്രോസ്ലീഹ നമുക്കറിയാം, വളരെ സാധാരണക്കാരനായ ഒരുവൻ, മുക്കുവനാണ്. അവൻ്റെ സ്വഭാവ രീതികളെല്ലാം തന്നെ എടുത്തുചാട്ടക്കാരനാണ്. അങ്ങനെ പല രീതിയും ഭാവവും ഒക്കെയുണ്ട്. ഈ പത്രോസ്ലീഹായുടെ സ്വഭാവത്തിൻ്റെ ഒരു രീതിയെക്കുറിച്ച് ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കും. 16-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വചനം. സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേർഡ്സ് 21 ഓൺവേഡ്സ്. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി.
ശിഷ്യരോട് പറയുകയാണ്, ദാ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. ജെറുസലേമിൽ കാത്തിരിക്കുന്നത് ഇനി മുഴുവൻ പീഡാസഹനങ്ങളാണ്, ഞാൻ വധിക്കപ്പെടും. ഉടനെ തന്നെ ശിഷ്യപ്രമുഖനായ പത്രോസ് ലീഹായുടെ ഒരു മനോഭാവം തിരിച്ചറിയാൻ വചനത്തിൽ മത്തായി സ്ലീഹ എഴുതിയിട്ടുണ്ട്. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ആരാണ്? പത്രോസ് ലീഹയുടെ സ്നേഹം കൊണ്ടാവും അല്ലേ? പത്രോസ് ലീഹ യേശു ഇത് പറയുമ്പോൾ അവനെ പിടിച്ച് മാറ്റി നിർത്തി. ശിഷ്യന്മാരൊന്നും കേൾക്കണ്ടെന്ന് കരുതി മാറ്റി നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, ദൈവമേ, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ തന്നെ തൊട്ട ഉടനെ യേശു പറഞ്ഞതെന്താ? 23-ാം തിരുവചനം. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. എന്താണ് ഈശോ പത്രോസിനെ വിളിച്ചത്? സാത്താനെ എന്ന് ഈശോ പത്രോസിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചെങ്കിൽ ആ യേശു വിളിച്ചത് എന്തിനെയാ? അത് അവൻ്റെ ഉള്ളിലുള്ള മാനുഷികമായ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയാണ് എന്ത്? സാത്താൻ. അവൻ്റെ ഉള്ളിലുള്ള മാനുഷികമായ ചിന്ത. ആ ചിന്ത എന്താ? സഹനം എനിക്ക് വേണ്ട, വേദന എനിക്ക് വേണ്ട, കുരിശ് എനിക്ക് വേണ്ട. അപ്പോൾ ഈശോ കൃത്യമായി നമ്മളോട് പറയുന്ന കാര്യം എന്താ? കുരിശിനെ ഇഷ്ടപ്പെടാത്തവൻ, സഹിക്കാൻ താല്പര്യം കാണിക്കാത്തവൻ, മറ്റൊരു വാക്കിൽ സാത്താൻ്റെ സ്വഭാവം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഈശോ അതാണ് നമ്മളോട് പറയുന്നത്. സാത്താനെ, നീ ദൂരെ പോകൂ, നിന്റെ ചിന്ത മാനുഷികമാണ്. നിന്റെ ശരീരത്തിൻ്റെ ഈ ലോകം വെച്ചു നീട്ടിയ ചില സ്വഭാവ ശൈലിയുടെ ഭാഗമാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് താനും. സഹിക്കാൻ നമുക്ക് വല്ല താല്പര്യമുണ്ടോ? സഹനമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇട്ടിട്ട് പോവും. നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇതാ ഈശോ നമ്മളോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള, അതായത് നിനക്ക് അനുഗ്രഹം ലഭിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഈ കുരിശിനെ, സഹനത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇത് മാനുഷികമായി ചിന്തിച്ചാൽ മനസ്സിലാവില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിക്കേ, ഈ സഹനം ഇത് കൊണ്ട് നടക്കുന്ന നല്ലതാണോ? ഇപ്പം ചിലരൊക്കെ പറയുന്നുണ്ടാവും, ഇപ്പോൾ ഉള്ള സഹനം തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് വേറെ സഹനം. ആവശ്യത്തിലധികം ഭാരമുണ്ട്, കൊറോണയുടെ ദുരിതമുണ്ട്, വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ദുരിതമുണ്ട്, അങ്ങനെ തുടങ്ങി ആവശ്യത്തിൽ അധികം കുരിശ് നമുക്കൊക്കെയുണ്ട്. ചിലരൊക്കെ ജീവിത പങ്കാളിയെ ഒരു കുരിശായി, മക്കളെ കുരിശായി, മാതാപിതാക്കളെ കുരിശായി കണക്കാക്കുന്നുണ്ടാവാം. എന്തുമായിക്കൊള്ളട്ടെ, ഇതാ ഈശോ പറയുകയാണ്, നിന്റെ മാനുഷിക ചിന്ത വെച്ചുകൊണ്ട് ഇതിനെ അളക്കാൻ ശ്രമിച്ചാൽ വിജയിക്കില്ല, ഇത് നിനക്ക് മനസ്സിലാവില്ല. എന്നാൽ ഈ പത്രോസിന് അന്ന് മനസ്സിലായില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടി. പത്രോസ് ലീഹായ്ക്ക് ബോധ്യം ലഭിച്ചു. അതെപ്പോഴാ? പന്തക്കുസ്തായ്ക്കൊക്കെ ശേഷം അപ്പസ്തോലന്മാരുടെ സുവിശേഷ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് ലീഹ വളരെ സുന്ദരമായി തൻ്റെ ലേഖനത്തിൽ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്. അതെന്തെന്നറിയോ? പത്രോസ് ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം. 1 Peter chapter 4 verse 12 വചനം പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പത്രോസ് ലീഹ പഠിപ്പിക്കുകയാണ്. എന്താ പറയണേ? പ്രിയപ്പെട്ടവരെ, ഇതാ പത്രോസ് ലീഹ പറയാണ്, അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ സഹന വഴികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കരുത്. മാനുഷിക സ്വഭാവം
പരിഭ്രമിക്കുന്ന സ്വഭാവമാണ്. എന്നാൽ പത്രോസ് ലീഗ പറയാണ്, നിങ്ങളെ പരിശോധിക്കാനായി, എന്തിനാണ് ഈ അഗ്നിപരീക്ഷകൾ? നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ ഈ കാഴ്ചപ്പാട് നമ്മുടെ സ്വഭാവ രീതികളെ, ബോധ്യങ്ങളെ മാറ്റും. അപ്രതീക്ഷിതമായതാ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വിചാരിച്ചത് വല്ലതുമാണോ? ഈ കൊറോണയുടെ വരവ് എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഒരു ചീട്ടുകൊട്ടാരം പോലെ ഈ 1-2 വർഷങ്ങൾക്കുള്ളിൽ തകിടം മറിഞ്ഞത്. വിദേശത്ത് പോകാനുള്ള ആഗ്രഹം അല്ലേ? ചിലരുടെ വലിയ സ്വപ്നമായിരുന്നു കാനഡ, UK, അങ്ങനെ പഠിക്കാൻ, ജോലിക്ക് എല്ലാം ശരിയാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഹാദുരിതം വന്നു. എല്ലാം താറുമാറായി. നാട്ടിൽ ചില ജോലികൾ, ചില വ്യവസായ സംരംഭങ്ങൾ ഒന്ന് പച്ച പിടിച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. മഹാദുരിതം, പദ്ധതിയെല്ലാം ഒലിച്ചുപോയി. എന്തു ചെയ്യും? അങ്ങനെ തുടങ്ങി വിചാരിച്ചിരുന്നതൊന്നുമേ നടക്കാത്ത ഈ അപ്രതീക്ഷിത സംഭവങ്ങളുടെ നടുവിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളോട് പത്രോസ് ലീഹ പറയുകയാണ്, അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ നടുവിൽ നീ പരിഭ്രമിക്കല്ലേ. പരിഭ്രമമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, പരിഭ്രമിക്കല്ലേ. മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കണം. നിൻ്റെ ഈ സഹനം, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ ഞെരുക്കം, ഇത് ഇവിടെ അവസാനിക്കാനല്ല, മറിച്ച് ഇതിനൊരു മറുവശമുണ്ട്. ഈ രഹസ്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പത്രോസ് ലീഗ ഇത് എഴുതി വച്ചിരിക്കുന്നത്. ഇതറിയാൻ പാടില്ലായിരുന്ന ഒരു സമയമുണ്ട്. സാധാരണക്കാരനായ പത്രോസ്, ആ സമയത്ത് പത്രോസ് പറഞ്ഞു, ഇത് സംഭവിക്കല്ലേ. എന്നാൽ ഈ സഹനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച പത്രോസ് അപ്പസ്തോലനായി നേതൃസ്ഥാനത്തേക്ക് വന്ന് പിന്നീട് സുവിശേഷത്തിന് വേണ്ടി ജയിലിലടയ്ക്കപ്പെട്ട് അവസാനം തല കീഴായി യേശുവിന് വേണ്ടി മരിച്ച പത്രോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നത്തെ നമ്മുടെ സഹനം അത് രക്ഷാകരമായ ഒരു ഇടപെടലാണ്. നീ സഹിക്കുന്നത് കൊണ്ട് അത് വെറുതെ ഒരു സഹനമായിട്ട് തീരുന്നതല്ല. വചനം പറയുന്നത് എന്താ? അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. നിന്റെ ഈ സഹനം അത് രക്ഷാകരമായ സഹനമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഒരു കുടുംബത്തിനു വേണ്ടി കുടുംബനാഥനോ നാഥയോ ഇന്ന് സഹിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ ഈ സഹനം രക്ഷാകരമായ സഹനമാണ്. നിന്റെ ഈ സഹനത്തിലൂടെ നിന്റെ കുടുംബത്തിൽ, അടുത്ത തലമുറയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. 1 കൊറിന്തോസ് 1:18 1 കൊറിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 18 വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഈ കുരിശ്, സഹനം, ക്ഷമ എല്ലാം മനസ്സിലാവുമോ? ഇല്ല, അത് ഭോഷത്വമായിട്ടേ തോന്നൂ. നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മുടെ സമൂഹത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ക്ഷമിക്കണം, സഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും, എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത്, എന്തിനാണ് ക്ഷമിക്കുന്നത്, എന്തിനാണ് വിട്ടുകൊടുക്കുന്നത്, പ്രതിഷേധിക്കണം, പ്രതികരിക്കണം അല്ലേ? അത് ഭോഷത്വമാണ്. എന്നിട്ട് വചനം പറയുകയാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് എന്താണ് ഈ സഹനം? അത് ശക്തിയാണ്. ചരിത്രത്തിൻ്റെ നാൾവഴിയിൽ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ വില എന്ന് പറയുന്നത് ഇതാണ്. രക്ഷയിലൂടെ ചരിച്ചവർ അനുഭവിച്ച സഹനങ്ങളൊക്കെ കുരിശിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങൾ ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കും. കുടുംബത്തിലുള്ള ആർക്കും മനസ്സിലാവില്ല, ചുറ്റുവട്ടത്തുള്ളവർക്കും മനസ്സിലാവില്ല. ആ സഹനങ്ങൾ, രോഗപീഡയിലെ സഹനങ്ങൾ, ജീവിത ദുഃഖങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങളെല്ലാം കുരിശോട് ചേർത്ത് വയ്ക്കാം.
പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനം നമുക്ക് പ്രഖ്യാപിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. എല്ലാ ദിവസവും എല്ലാ സമയവും നമുക്ക് ഈ വചനം ആവർത്തിക്കാം, പ്രഖ്യാപിക്കാം. നമ്മൾ അഭിമാനിക്കുന്നെങ്കിൽ അത് യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ മാത്രം. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.